ഹായ് ഓൾ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷണൽ മോഡലാണ്. സോ നമ്മളിതുവരെ ഈ ഡയഗ്രാമൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ റിലേഷണൽ മോഡലാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. റിലേഷണൽ മോഡലിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ മൈൻഡിലേക്ക് ആദ്യം വേണ്ടത് ഒരു ടേബിളാണ്. ആ ടേബിളിനകത്ത് സെറ്റ് ഓഫ് റിലേറ്റഡ് വാല്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈവൻ നിങ്ങളുടെ കേസ് എടുക്കുകയാണ്, നിങ്ങളുടെ ഒരു ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങളുടെ ഡാറ്റാസ് മൊത്തം അതിനകത്തുണ്ടാകും. അത് നിങ്ങളുടെ നെയിം ആയിക്കോട്ടെ, റോൾ നമ്പർ ആയിക്കോട്ടെ, നിങ്ങളുടെ മാർക്ക് ആയിക്കോട്ടെ, അഡ്രസ്സ്, ഫോൺ നമ്പർ, എനിത്തിങ്, എന്തായാലും നിങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയൊക്കെ ആയിരിക്കും ആ ഒരു ടേബിളിനകത്തുണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിലേഷണൽ മോഡൽ എന്ന് പറയാം. നോക്കാം, ഇൻട്രൊഡക്ഷൻ നോക്കാം. ഈ റിലേഷണൽ മോഡൽ റെപ്രസെൻറ്റ് ദ ഡാറ്റാബേസ് ആസ് എ കളക്ഷൻ ഓഫ് റിലേഷൻസ്. ഇതിനകത്ത് നമ്മളൊരു ഡാറ്റാബേസിനെ കൺസിഡർ ചെയ്യുന്നത് കളക്ഷൻ ഓഫ് റിലേഷൻസ് ആയിട്ടാണ്. Informally, each relation resembles a table of values or some extent a flat file of records. അതായത് നമ്മൾ ടേബിൾ ഓഫ് വാല്യൂസ് ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫ്ലാറ്റ് ഫയൽ ഓഫ് റെക്കോർഡ്സ് എന്നും പറയാം. ഇറ്റ് ഈസ് കോൾഡ് എ ഫ്ലാറ്റ് ഫയൽ ബിക്കോസ് ഈച്ച് റെക്കോർഡ് ഹാസ് എ സിമ്പിൾ ലീനിയർ ഓർ ഫ്ലാറ്റ് സ്ട്രക്ചർ. നമ്മൾ എന്തുകൊണ്ടാണ് അതിന് ഫ്ലാറ്റ് ഫയൽ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, അതിന് സിമ്പിളായിട്ടൊരു ലീനിയർ ഒരു ഫ്ലാറ്റ് സ്ട്രക്ചറാണ് അതിനുള്ളത്. അതൊരു ലീനിയർ സ്ട്രക്ചറാണല്ലോ, അല്ലാതെ മറ്റ് മോഡൽസിനൊക്കെ പോലെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറോ നെറ്റ്വർക്ക് സ്ട്രക്ചറോ ഒന്നും അല്ല ഇതിനകത്തുള്ളത്. സോ ഇൻ സം എക്സ്റ്റെൻസ് എ ഫ്ലാറ്റ് ഫയൽ ഓഫ് റെക്കോർഡ്സ് എന്നും പറയാം. വെൻ എ റിലേഷൻ ഈസ് thought of as a table of values, each row in the table represent a collection of related data values. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ടേബിൾ എടുക്കുക. ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ റോ ഉണ്ടായിരിക്കും, കോളം ഉണ്ടായിരിക്കും. നമുക്കറിയാലോ, റോയും കോളംസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തുള്ള ഒരു റോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഉണ്ടാവുക, ഒരു സ്റ്റുഡൻറ്റിൻ്റെ, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിലെ കേസിന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റംഷീന, ഓക്കെ, റംഷീനാൻ്റെ ഒരു റോ അങ്ങോട്ട് എടുത്താൽ ആ റംഷീനാൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഉണ്ടാവുക. അതായത് ഈ റംഷീനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ വാല്യൂസാണ് അതിനകത്തുണ്ടാവുക. കാരണം നെയിം, അവളുടെ റോൾ നമ്പർ, അവളുടെ ഫോൺ നമ്പർ, അവളുടെ അഡ്രസ്സ്, അവളുടെ മാർക്ക് എന്നുള്ള രീതിയിലാണ് ഒരു റോക്കകത്തുണ്ടാവുക. പിന്നെ ഈ റോ റെപ്രസെൻറ്റ് എ ഫാക്ട് ദാറ്റ് ടൈപ്പിക്കലി കറസ്പോണ്ട് ടു എ റിയൽ വേൾഡ് എൻറ്റിറ്റി ഓഫ് റിലേഷൻഷിപ്പ്. ഇതിനകത്തുള്ള നമ്മൾ റോനെ നമ്മൾ മീൻ ചെയ്യുന്നത് റിയൽ വേൾഡ് എൻറ്റിറ്റിയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ആയിരിക്കും. The table name and column names are used to help to interpret the meaning of values in each row. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ടേബിൾ ഇത് മീൻ ചെയ്യുന്നത് ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ, സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ എടുക്കുമ്പോൾ അതിൽ മൊത്തം സ്റ്റുഡൻറ്റിൻ്റെ റിലേഷൻസ്, അവരുടെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ മാത്രമേ ആ ടേബിളിന് ഒരു പെർട്ടിക്കുലർ ടേബിളിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ ടേബിളിന് കൊടുക്കുന്ന നെയിം എന്തായിരിക്കും, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ടേബിൾ എന്നൊരു പേരാണ് നമ്മൾ കൊടുക്കുക. അതായത് ആ ഒരു പേരിൽ നിന്ന് തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയും എന്ത് മീനിങ് വാല്യൂസാണ് അതിനകത്ത് ഉള്ളത് എന്നുള്ളത്. അങ്ങനത്തെ ഒരു മീനിങ് നെയിമായിരിക്കും നമ്മൾ ടേബിളിന് കൊടുത്തിരിക്കുക. അതേപോലെ തന്നെ അതിനകത്ത് കുറേ കോളം നെയിംസ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, റോയും കോളം കൂടിയതാണ് നമ്മുടെ ടേബിൾ. അപ്പോൾ ഈ കോളത്തിൻ്റെ ഹെഡറിലുണ്ടാവും സ്റ്റുഡൻറ്റ് നെയിം, അതേപോലെ പിന്നത്തിലുണ്ടാവും ഫോൺ നമ്പർ, പിന്നെ അതിൽ മാർക്ക്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കോളം ഹെഡർ. ആ കോളം നെയിമാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ടൈപ്പ് വാല്യൂസ് ഉണ്ടാവുക. അതായത് ഒരു നെയിം എന്ന് പേരുള്ള കോളത്തിലാകുമ്പോൾ അതിൽ മൊത്തം കുട്ടികളുടെ നെയിമേ ആ കോളത്തിനകത്ത് ഉണ്ടാവുള്ളൂ. അതേപോലെ ഫോൺ നമ്പറിൻ്റെ കേസാകുമ്പോൾ ഫോൺ നമ്പർ മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് റിസംബിൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദിസ് ടേബിൾ ഈസ് കോൾഡ് സ്റ്റുഡൻറ്റ് ബിക്കോസ് ഈച്ച് റോ റെപ്രസെൻറ്റ് ഫാക്ട് അബൌട്ട് എ പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റി. ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ സ്റ്റുഡൻറ്റ് ടേബിൾ എന്ന് പറയും. കണ്ടോ, ഈ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ് ടേബിളാണ്. അപ്പോൾ പേര് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ കണ്ടോ, കോളം ഹെഡർ, USN, നെയിം, ഇയർ, ക്ലാസ്. അപ്പോൾ നെയിം എന്ന് പറഞ്ഞാൽ താഴെ മൊത്തം നെയിമാണ് ഉണ്ടാവുക. ഇയർ എന്ന് പറയുമ്പോൾ ഏതാണ് ഇയർ എന്നുണ്ടാവുക, അതായത് എന്താണ് പേര് ഹെഡർ കൊടുത്തിട്ടുള്ളത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണ് അതിന് താഴെ മൊത്തം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ റോ. ഇതിനകത്തുള്ള ഒരു റോ മാത്രം എടുക്കുമ്പോൾ, ഇപ്പോൾ ABC പറഞ്ഞ ഈ റോ മാത്രം എടുക്കുമ്പോൾ അതിനകത്ത് മൊത്തം ABCന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾ റിലേറ്റഡ് CDന് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടോ, ഇല്ല. അപ്പോൾ അതാണ് റോൻ്റെ പ്രത്യേകത. കോളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു കോളം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ടൈപ്സ് ഓഫ് ഡാറ്റ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, the column name, USN name, year and class specify how to interpret the data values in each row based on the column each values in. അതായത് ആ കോളത്തിനകത്തുള്ള വാല്യൂസിനനുസരിച്ചാണ് അതിനകത്തുള്ള റോയിലുള്ള ഡാറ്റ കിടക്കുന്നത്. നമ്മൾ പറഞ്ഞു, നെയിം ആകുമ്പോൾ ആ ഒരു കോളത്തിനകത്ത് മൊത്തം നെയിം ഉണ്ടാവുള്ളൂ. പക്ഷേ ഓരോ റോ ബേസിലെടുക്കുമ്പോൾ ഓരോ റോസിലും സെപ്പറേറ്റ് നെയിമാണ് ഉണ്ടാവുക. കാരണം എന്താണ്, ഓരോ റോയും സെപ്പറേറ്റ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്.
ഓൾ വാല്യൂസ് ഇൻ ഈ കോളം ആർ ദ സെയിം ഡാറ്റ ടൈപ്പ്. അത് നമുക്ക് ഷുവറായ ഒരു കാര്യമാണ്. ഒരു കോളം നെയിം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ആയിരിക്കും ഡാറ്റ ടൈപ്പ്. കാരണം ഇപ്പോൾ നെയിംസ് ആകുമ്പോൾ ഒക്കെ ക്യാരക്ടേഴ്സ് ആവില്ലേ, അതേപോലെ റോൾ നമ്പർ ആകുമ്പോൾ ഒക്കെ ഇൻറ്റീജേഴ്സ് ആവില്ലേ, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇൻ ദ ഫോമൽ റിലേഷണൽ മോഡൽ ടെർമിനോളജി, ഒരു റിലേഷണൽ മോഡൽ ടെർമിനോളജി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡുകളുണ്ട്. ഒന്ന് ടപ്പിളാണ്, പിന്നെ ഒന്ന് ആട്രിബ്യൂട്ട്, പിന്നെ ഒന്ന് റിലേഷൻ. ഇതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ റോ, അങ്ങനെയുള്ള ഒരു റോയെ നമുക്ക് എന്ത് പറയാം, ഒരു ടപ്പിള് എന്ന് പറയാം. അതേപോലെ ഇതിനകത്ത് നമ്മൾ കണ്ടല്ലോ ഓരോ കോളംസ് കണ്ടല്ലോ, അതിനകത്തുള്ള ഓരോ കോളം ഹെഡറിനെ നമുക്ക് ആട്രിബ്യൂട്ട് എന്ന് പറയാം. അതായത് ഒരു ടേബിളിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ആ കോളം ഹെഡേഴ്സ്. അതായത് റോൾ നമ്പർ, നെയിം, മാർക്ക്, ഇയർ എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയാം. ദെൻ ടേബിൾ ഈസ് കോൾഡ് എ റിലേഷൻ. ടേബിളിനെ നമുക്ക് എന്തും പറയാം, റിലേഷൻ എന്ന് പറയാം. കാരണം ഇതിൻ്റെ പേര് എന്താണ്, റിലേഷണൽ മോഡൽ ഡാറ്റാബേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് മൊത്തം ടേബിൾ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് ഈ റിലേഷണൽ മോഡലാണ്. കാരണം അത്രയും സിമ്പിൾ മെത്തേഡാണ്, അതേപോലെ യൂണീക്കായിട്ടുള്ള ഒരു ടൈപ്പുമാണ്. അതുകൊണ്ടാണ് നമ്മൾ റിലേഷണൽ മോഡലാണ് ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇനി അടുത്ത വർഷം പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ റിലേഷണൽ മോഡൽ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. The data type describing the types of values that can appear in each column is represented by domain of possible values. ഈ കോളത്തിനകത്തൊക്കെ പറയുന്ന ഓരോ വാല്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് ഡൊമെയിൻ ഓഫ് വാല്യൂസ്. അതായത് അതിനകത്തുള്ള ഒരു റോയിലകത്തുള്ള വാല്യൂവിനെ എടുത്ത് പറയുമ്പോൾ നമ്മൾ അതിനെ ടപ്പിൾ എന്ന് പറയും. ഒരു കോളത്തിനകത്തുള്ള വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡൊമെയിനുമാണ്. The relational model is today the primary data model for commercial data processing application. It has attained its primary position because of its simplicity, which is the job of the programmer as compared to earlier data models such as the network model and hierarchical model. റിലേഷണൽ മോഡലാണ് ഇന്ന് നമ്മൾ കൊമേഴ്ഷ്യലി എല്ലാ ഡാറ്റ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി അടുത്ത വർഷം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതേ ഐറ്റം തന്നെയാണ്. അങ്ങനെ ഒരു പ്രൈമറി പൊസിഷൻ നമ്മളുടെ ഡാറ്റാബേസിന്, റിലേഷണൽ മോഡൽ ഡാറ്റാബേസിന് കിട്ടാൻ കാരണം അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. അതേപോലെ നമ്മളുടെ ജോബ് ഏറ്റവും ഈസി ആക്കി മാറ്റാനും, പ്രത്യേകിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വേറെ കുറേ ടൈപ്പ് ഓഫ് മോഡൽസ് കുറേ മുന്നേ ഫസ്റ്റ് മോഡലിലൊക്കെ ഡിസ്കസ് ചെയ്തു. നെറ്റ്വർക്ക് മോഡൽ, ഹയറാർക്കിക്കൽ മോഡൽ, ഇയർ മോഡലൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ സിംപ്ലിസിറ്റി അതേപോലെ ഈസ് ഓഫ് യൂസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായിടത്തും റിലേഷണൽ മോഡലിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. Relational model represent how data is stored in relational database. A relational database stores data in the form of relations. റിലേഷണൽ മോഡൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഡാറ്റ ഒരു റിലേഷണൽ ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്തരം റിലേഷണൽ ഡാറ്റാബേസുകൾ സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് റിലേഷൻസ്, അതായത് ടേബിൾസ് ആയിട്ടാണ്. സ്റ്റുഡൻറ്റ് കേസ് വരുമ്പോൾ സ്റ്റുഡൻറ്റ് ടേബിൾ, ലോഗിൻ്റെ കേസ് വരുമ്പോൾ ലോഗിൻ ടേബിൾ, ടീച്ചേഴ്സിൻ്റെ കേസ് വരുമ്പോൾ ടീച്ചേഴ്സ് ടേബിൾ, അങ്ങനെ ഓരോ ടേബിൾ ഓഫ് റിലേഷൻസ് ആയിട്ടാണ് നമ്മൾ റിലേഷണൽ മോഡലിനകത്ത് കീപ്പ് ചെയ്യുന്നത്. ഇനി റിലേഷണൽ മോഡലിൻ്റെ കൺസെപ്റ്റ്സും ക്യാരക്ടറിസ്റ്റിക്സും ആണ്. ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ആണ്. ആട്രിബ്യൂട്ട്സ് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിഫൈൻ എ റിലേഷൻ. എക്സാമ്പിൾ റോൾ നമ്പർ, നെയിം. ആട്രിബ്യൂട്ട്സ് ആണ് നമ്മളുടെ ഇതിനകത്തുള്ള റിലേഷൻസിനെ എന്താ പറയുക ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിൻ്റെ റോൾ നമ്പർ ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, മാർക്ക് ഉണ്ടായിരിക്കും, പിന്നെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, ഫോൺ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത്തരം പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയാം. നെക്സ്റ്റ് റിലേഷൻ സ്കീമ. ഈ റിലേഷൻ സ്കീമ റെപ്രസെൻറ്റ് നെയിം ഓഫ് ദ റിലേഷൻ വിത്ത് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. അതായത് റിലേഷൻ സ്കീമ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദ റിലേഷനും പ്ലസ് അതിൻ്റെ ആട്രിബ്യൂട്ട്സുമാണ്. അതായത് നെയിം ഓഫ് ദ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടേബിൾ നെയിം പ്ലസ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്നും പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റിൽ റോൾ നമ്പർ, നെയിം, അഡ്രസ്സ്, ഫോൺ ആൻഡ് ഏജ് എന്ന് കൊടുത്താൽ എന്തായി, അതിൻ്റെ റിലേഷൻ്റെ നെയിമുമായി പിന്നെ ആട്രിബ്യൂട്ട്സുമായി. റിലേഷൻ നെയിം പറഞ്ഞാൽ കൺഫ്യൂഷനായി പോകരുതേ, ടേബിളിൻ്റെ പേര് മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തേക്കില്ല. It is a relation schema for student. If a schema has more than one relation, it is called a relational schema. അതായത് ഒരു റിലേഷന് ഇഫ് എ സ്കീമ ഹാസ് മോർ ദാൻ വൺ റിലേഷൻ, ഒരു സ്കീമക്ക് ഒന്നിൽ കൂടുതൽ റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെന്താ പറയുക, റിലേഷണൽ സ്കീമ എന്ന് പറയും. അതായത് ഇതിനകത്ത് ഒരുപാട് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിന് നമ്മളെന്താ പറയുക, റിലേഷൻ സ്കീമ എന്ന് പറയുന്നത്. ടപ്പിൾ. ഈച്ച് റോ ഇൻ ദ റിലേഷൻ ഇസ് നോൺ ആസ് ടപ്പിൾ. നമ്മൾ പറഞ്ഞു ഒരു റോയെ പിടിച്ചാൽ അതെന്താണ്, ഒരു ടപ്പിളാണ്. റിലേഷൻ ഇൻസ്റ്റൻസ്. The set of tuples of a relation at a particular instance of time is called a relation instance. റിലേഷൻ ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ടപ്പിൾസ് ആണ്. അതായത്
നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഓഫ് ടൈമിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ടപ്പിൾസ്, അതായത് എപ്പോഴും നമ്മൾ ഇപ്പോൾ ടേബിളിനകത്ത് ഡാറ്റാബേസിനകത്ത് ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും നമ്മളെപ്പോഴും ആ ഡാറ്റ എല്ലാം കൂടെ ആക്സസ് ചെയ്യില്ല. നമുക്കൊരു പെർട്ടിക്കുലർ ഒരാളുടെ ഡാറ്റ മതി, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇത്ര മാർക്കിൻ്റെ ഇപ്പോൾ ഒരു 75 മാർക്ക് എബവ് ഉള്ള കുട്ടികളുടെ ടപ്പിൾസ് അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഡീറ്റെയിൽസ് മാത്രം മതി എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ റിലേഷൻ ഇൻസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുക. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് വേണ്ട സെറ്റ് ഓഫ് ടപ്പിൾസിനെ നമ്മൾ എടുക്കും. അതാണ് ഇവിടെ റിലേഷൻ ഇൻസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഡിഗ്രി, ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ ദ റിലേഷൻ ഈസ് നൗൺ ആസ് ഡിഗ്രി ഓഫ് ദ റിലേഷൻ. നമ്മളൊരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ടേബിളിനകത്ത് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് സ്റ്റുഡൻറ്റ് റിലേഷനിൽ പറയുമ്പോൾ 4 ഡിഗ്രിയാണ് ഉള്ളത്. അതായത് എത്ര ആട്രിബ്യൂട്ട്സ്, 4 ആട്രിബ്യൂട്ട്സ് അതിനകത്തുള്ളൂ. കാർഡിനാലിറ്റി, ദ നമ്പർ ഓഫ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ ഈസ് നൗൺ ആസ് കാർഡിനാലിറ്റി. അത് നമ്മളൊരു ടേബിളിനകത്ത് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ടപ്പിൾസിനെയാണ് നമ്മളെന്ത് പറയുക, കാർഡിനാലിറ്റി. കാരണം ഒന്ന് മറ്റൊന്നായിട്ട് മാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എത്രണ്ണം ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻറ്റ് റിലേഷൻ ടേബിളിൻ്റെ കേസ് വരുമ്പോൾ അതിനകത്ത് 5 കാർഡിനാലിറ്റി ആണുള്ളത്. അതായത് 5 റിലേഷൻസാണ് അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി കോളം റെപ്രസെൻറ്റ് ദ സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ എ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട്. കോളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസ്. ഇപ്പോൾ നെയിം എന്ന് സ്റ്റുഡൻറ്റ് നെയിം എന്ന് കൊടുത്തതിനകത്ത് താഴെയുള്ള സ്റ്റുഡൻസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ കോളത്തിനകത്താണ് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ്, നൾ വാല്യൂസ്, ദ വാല്യൂ വിച്ച് ഈസ് നോട്ട് നോൺ ഓർ അൺഅവൈലബിൾ ഈസ് കോൾഡ് നൾ വാല്യൂ. നൾ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വാല്യൂ ഇല്ലാതെ കിടക്കുന്ന ഒരു ഫീൽഡ്, അതിനെയാണ് നമ്മൾ നൾ വാല്യൂ എന്ന് പറയുന്നത്. ഒരു പക്ഷേ അൺനോൺ ആയിരിക്കും അല്ലെങ്കിൽ അൺഅവൈലബിൾ ആയിരിക്കും, നമുക്ക് അതിനെയാണ് നമ്മൾ നൾ വാല്യൂ എന്ന് പറയും. ഇനി കൺസ്ട്രെയിൻസ് ഇൻ റിലേഷണൽ മോഡൽ, എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ് നമ്മുടെ റിലേഷണൽ മോഡലിനകത്തുള്ളത് എന്ന് നോക്കാം. ഒന്ന് ഡൊമെയിൻ കൺസ്ട്രെയിൻസ് ആണ്. ദീസ് ആർ ആട്രിബ്യൂട്ട് ലെവൽ കൺസ്ട്രെയിൻസ്. ആൻ ആട്രിബ്യൂട്ട് ക്യാൻ ഓൺലി ടേക്ക് വാല്യൂസ് which is lie inside in the domain range. For example, if a constraint age greater than 0 is applied to student relation, inserting negative value of age will result is failure. ഡൊമെയിൻ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് ലെവൽ കൺസ്ട്രെയിൻസ് ആണ്. അതായത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ മാർക്കിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ ഒരു 50 എബവ് മാർക്കുള്ളവരെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ എങ്കിൽ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കും അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിൻസ് കൊടുക്കും. എന്ത്, ഇഫ് മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ 50. അങ്ങനെ നമ്മളൊരു സ്റ്റുഡൻറ്റ് ടേബിളിലേക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് റിലേഷനിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിനേക്കാൾ താഴെയുള്ള വാല്യൂസ് ആകുമ്പോൾ നമുക്കത് ഫെയിലിയർ ആയിട്ട് മാറും. കാരണം 50 എബവ് നമ്മൾ ടേബിൾ ഉണ്ടാക്കുകയാണ്, 50% എബവ് മാർക്കുള്ളവർക്ക് മാത്രമേ ആ ടേബിളിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാൾ താഴെയുള്ള മാർക്ക് കുറവുള്ള ഒരാൾ വന്നാൽ അവർക്ക് അതിൽ ഇൻസേർട്ട് ആകാൻ കഴിയില്ല. ലാസ്റ്റ് ഒരു ഫൈനൽ ടേബിൾ അല്ലെങ്കിൽ ഒരു റിലേഷൻ വരുമ്പോൾ അതിനകത്ത് ഇത്ര എബവ് മാർക്കുള്ള കുട്ടികൾ മാത്രമേ വരുള്ളൂ. അല്ലാതെ ഒരിക്കലും ആ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസും അത്തരം ഒരു ഡൊമെയിൻ കൺസ്ട്രെയിനകത്ത് വരില്ല. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും, അത് സക്സസ്ഫുൾ ആയാൽ മാത്രമേ ഡൊമെയിൻ കൺസ്ട്രെയിൻസിൽ പോസിബിൾ ആവും. കീ ഇൻറ്റഗ്രിറ്റി, എവറി റിലേഷൻ ഇൻ ദ ഡാറ്റാബേസ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വിച്ച് ഡിഫൈൻ എ ടപ്പിൾ യൂണീക്ക്ലി. അതായത് നമ്മൾ ഓരോ റിലേഷൻ എടുത്ത് നോക്കുമ്പോഴും, അതായത് ഓരോ ടേബിൾ എടുത്ത് നോക്കുമ്പോഴും അതിനകത്ത് നമ്മൾ ഒരു കാര്യം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഓരോ ടപ്പിളിനെയും യൂണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എന്തോ ഒരു കീ നമ്മൾ യൂസ് ചെയ്യും. ദോസ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഈസ് കോൾഡ് കീ. അത്തരം ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയും, കീ എന്ന് പറയുക. അപ്പോൾ USN ഓഫ് എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ റോൾ നമ്പർ ഓഫ് എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, യൂണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഓരോ കുട്ടികളെയും നമ്മൾ പേരൊക്കെ ചിലപ്പോൾ ഒരുപോലെ ഷഹാന, ശരൺ, KK ചിലപ്പോൾ ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചില കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല എങ്കിൽ നമ്മൾ ആ പേരും റോൾ നമ്പറുമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ റോൾ നമ്പർ യൂണീക്ക് ആയിരിക്കും. റോൾ നമ്പർ എത്രയായാലും 2 എന്നുള്ള നമ്പർ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ ക്ലാസ്സിൽ. അതാണ് കീ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ യൂണീക്കലി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ, അതിനെയാണ് കീ വാല്യൂ എന്ന് പറയാം. നോ 2 സ്റ്റുഡൻസ് ക്യാൻ ഹാവ് സെയിം റോൾ നമ്പർ. ഇപ്പോൾ റോൾ നമ്പറിൻ്റെ കേസ് വരുമ്പോൾ ഒരിക്കലും പേര് സെയിം വന്നാലും റോൾ നമ്പർ സെയിം വരില്ല. സോ എ കീ ഹാസ് 2 പ്രോപ്പർട്ടീസ്. ഇറ്റ് ഷുഡ് ബി യൂണീക്ക് ഫോർ ഓൾ ടപ്പിൾസ്. ഇറ്റ് ക്യാൻ ഹാവ് നൾ വാല്യൂസ്. അപ്പോൾ ഇത്തരം കീക്ക് വേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ ടപ്പിൾസിനും യൂണീക്ക് ആയിരിക്കും, പിന്നെ നൾ വാല്യൂ വരാൻ പാടില്ല. നെക്സ്റ്റ്, റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. വെൻ വൺ ആട്രിബ്യൂട്ട് ഓഫ് എ റിലേഷൻ ക്യാൻ ഓൺലി ടേക്ക് വാല്യൂസ് ഫ്രം അതർ ആട്രിബ്യൂട്ട് ഓഫ് സെയിം റിലേഷൻ ഓർ എനി അതർ റിലേഷൻ, ഇറ്റ് ഈസ് കോൾഡ് റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. അതായത് ഒരു ആട്രിബ്യൂട്ട് ഒരു റിലേഷൻ്റെ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ ആട്രിബ്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓൺലി ടേക്ക് വാല്യൂസ് ഫ്രം അതർ ആട്രിബ്യൂട്ട് ഓഫ് സെയിം റിലേഷൻ. ഒന്നെങ്കിൽ ആ ടേബിളിൽ നിന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ വേറൊരു ടേബിളിൽ നിന്നുള്ള ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആട്രിബ്യൂട്ട്സ് പറഞ്ഞാൽ എന്താ മനസ്സിലാവേണ്ട, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിലേഷൻ ഉണ്ടാക്കുക. അതിനെയാണ് നമ്മൾ റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുക. അതായത്
ഇപ്പോൾ നമ്മളുടെ ഞാൻ പറഞ്ഞു 50% എബോവ് മാർക്കുള്ള കുട്ടികളുടെ ഒരു ടേബിൾ ഉണ്ടാക്കി, നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ടേബിൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിനകത്ത് റെഫറൻസ് ചെയ്യാൻ നമ്മൾ ഫോറിൻ കീ എന്നൊരു പേരുണ്ടായിരുന്നു. അതായത് ആ ടേബിളും ഈ ടേബിളും തമ്മിൽ റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, രണ്ടിനും കൂടി കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കീ നമ്മൾ എടുക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആട്രിബ്യൂട്ട് എന്ന് നമുക്ക് പറയാം. ആട്രിബ്യൂട്ടിനെ ഒരു കോളം നെയിമിന് എടുക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ 50% ഉള്ളവരും അതേപോലെ ഇവരെയും കൂടി കോമൺ ആയിട്ട് കൊണ്ടുവരാൻ ഇപ്പോൾ എന്താ ഉള്ളത്, റോൾ നമ്പർ കൊടുക്കാം സപ്പോസ്, അല്ലെങ്കിൽ അതെ റോൾ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ മാർക്ക് കൊടുക്കാം. അതായത് 50 above% ആണോ എങ്കിൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വേണ്ട മാർക്ക് മാത്രം കൊടുത്താൽ. കാരണം 50% above ഉള്ളവർ മാത്രമേ ഇതിനകത്തുള്ളൂ, ഇതിനകത്ത് അല്ലാത്തവരുള്ളൂ. പക്ഷേ രണ്ടിനും കൂടി നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഒരു വേറൊരു കൺസിഡറിങ് ടേബിളാക്കി എടുക്കുമ്പോൾ 50% above മാർക്കുള്ളവർ മാത്രമേ അവിടെ വരുള്ളൂ. അതായത് ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടി രണ്ടിനും കോമൺ ആയിട്ടുള്ളത് എന്താണോ, റോൾ നമ്പർ എടുക്കാം. ചില കേസിൽ റോൾ നമ്പർ ഓക്കെ ആയിരിക്കും, ചില നമ്മൾ ഫോൺ നമ്പർ ഓക്കെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു റിലേഷൻ്റെ ബേസിൽ നമ്മൾ റെഫറൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുക. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സും വേറൊരു ടേബിളിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എങ്ങനെ റെഫറൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളിടത്താണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി പറയുന്നത്. നമ്മൾ അതിന് വേണ്ടി ഒരു കീ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, ഫോറിൻ കീ എന്നാണ് അതിൻ്റെ പേര്. ഇനി റിലേഷണൽ മോഡലിൻ്റെ അഡ്വാൻറ്റേജസ്. സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് ആണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് കൂടി പറയാം. സിംപ്ലിസിറ്റി, ഈസ് ഓഫ് യൂസ്, പിന്നെ നോർമലൈസേഷൻ, പിന്നെ ഡാറ്റ കൺസിസ്റ്റൻസി, പിന്നെ അതേപോലെ എന്താണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ഉണ്ടാവില്ല, റിഡൻഡൻസി ഇല്ല, പിന്നെ കുറേ നമുക്കങ്ങനെ യൂസ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഏറ്റവും എഫിഷ്യൻസി, പിന്നെ ഡാറ്റ ഇൻഡിപെൻഡൻസ്, സ്ട്രക്ചർ ഇൻഡിപെൻഡൻസി, ഡിസൈൻ ഇംപ്ലിമെൻറ്റേഷൻ, മെയിൻ്റെനൻസ് ഈസിയാണ്, ഡിസൈനിങ് ഈസിയാണ്, ഇംപ്ലിമെൻറ്റേഷൻ ഈസിയാണ്, പിന്നെ ആൾട്ടറേഷൻ, അഡീഷൻ, അപ്ഡേഷൻ ഒക്കെ ഈസിയാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തന്നെ ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന റിപ്പീറ്റേഷൻ വരുന്നുണ്ടല്ലേ, സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, പിന്നെ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഒക്കെ അതിൻ്റെ എന്താ പറയുക അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻ റിലേഷണൽ മോഡൽ ചേഞ്ചസ് ഇൻ ദ ഡാറ്റാബേസ് സ്ട്രക്ചർ ഡു നോട്ട് അഫക്റ്റ് ദ ഡാറ്റ ആക്സസ്. അതായത് ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആക്കി ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ പോലും അതിന് ഡാറ്റ ആക്സസ് ചെയ്യുന്നിടത്തൊന്നും അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. When it is possible to make change to the database structure without affecting the DBMS capability to access data, we can say that structural independence has been achieved. So in relational database model has structural independence. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ്. അതായത് ഡാറ്റാബേസിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരികയോ എന്തെങ്കിലും ഇതൊന്നും ചെയ്താൽ നമുക്ക് ഡാറ്റാബേസ് പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു എൻഡ് യൂസർ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഡാറ്റ ആക്സസ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്താൽ നമുക്ക് കിട്ടാതെ പോകുന്ന ഇഷ്യൂസൊന്നും ഇവിടെ വരുന്നില്ല. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. അതാവും ഇവിടെ ഇത് സെക്കൻഡ് മിസ്റ്റേക്ക് വന്നതാവും. ഡാറ്റ ഇൻഡിപെൻഡൻസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ. അതായത് നമ്മളിപ്പോൾ ഒരുപാട് സ്കീമൊക്കെ പഠിച്ചില്ലേ, ഫിസിക്കൽ സ്കീമ, കൺസെപ്ഷ്യൽ സ്കീമ എന്നൊക്കെ പറഞ്ഞ ലോജിക്കൽ സ്കീമ. അപ്പോൾ അതിനകത്തുള്ള ഒരു സ്കീമൊക്കെ അകത്ത് ചേഞ്ച് വന്നാൽ അത് അതിൻ്റെ ഹയർ ലെവലിലുള്ള സ്കീമിനെയൊന്നും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഓരോന്നും ലെയേർഡ് സ്ട്രക്ചറായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാളിൽ ചേഞ്ച് വരുന്നത് അത് അയാളെ മാത്രമേ ബാധിക്കുള്ളൂ. വേറെയുള്ള ഫിസിക്കലി കീപ്പ് ചെയ്യുന്ന ഏരിയയിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നു അവിടെയൊന്നും അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതും റിലേഷണൽ മോഡലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഡിസൈൻ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആൻഡ് യൂസേജ് ഓഫ് ഈസ്. ഡിസൈനിങ് ഈസിയാണ്, ഇംപ്ലിമെൻറ്റേഷൻ ഈസിയാണ്, മെയിൻ്റെനൻസ് ഈസിയാണ്, യൂസേജ് ഓഫ് ഈസും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ അച്ചീവ്സ് ബോത്ത് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ്, മേക്കിംഗ് ദ ഡാറ്റാബേസ് ഡിസൈൻ, മെയിൻ്റെനൻസ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് യൂസേജ് മച്ച് ഈസിയർ ദാൻ ദ അതർ മോഡൽസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ നെറ്റ്വർക്ക് മോഡലായിട്ട്, ഹൈറാർക്കിക്കൽ മോഡലായിട്ട്, ഇയർ മോഡലായിട്ട് ഏത് മോഡലായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ്, അഡ്മിനിസ്ട്രേഷൻ, യൂസേജ് ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, റിലേഷണൽ മോഡലാണ്. കാരണം ഇത്രയും ഈസി ആയിട്ടുള്ള ടെക്നിക്ക് ഉണ്ടാകുമ്പോൾ വെറുതെ നമ്മൾ മറ്റേതൊക്കെ യൂസ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏതാണോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ റിലേഷണൽ മോഡൽ എല്ലാ ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഇത്രയൊക്കെയാണ് റിലേഷണൽ മോഡൽ കുറച്ചൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ബാക്കി കാലം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ സജഷൻസ് എപ്പോഴും നമ്മൾ സ്വീകരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ടൈം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.